വലാ യൽഅബന്ന ബികുമുസ് സമാ. ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. ഇതിനൊരുപാട് ഭംഗിയാണ്. ഒരുപാട് രൂപാന്തരം മാറിയിട്ട് മാറി മാറി വന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകല്ലേ. എന്റെ മയ്യത്ത് കണ്ടോ, എന്റെ കുളിപ്പിക്കൽ കണ്ടോ, എന്റെ ഖബറടക്കം കണ്ടോ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കുക, നിങ്ങൾ നല്ലവരാകുക. എന്റെ മയ്യത്ത് കണ്ടതുകൊണ്ട് നിങ്ങൾ നന്നാവുക എന്ന് ആ റൂഹ് വിളിച്ചു പറയുമ്പോ എത്രയോ മയ്യത്തുകൾ അടക്കം ചെയ്തവരാണ് നമ്മള്, എത്രയോ മയ്യത്തുകളുടെ നെഞ്ചിന് മീതെ മണ്ണിട്ടവരാണ് നമ്മള്, എത്രയോ മയ്യത്ത് നിസ്കാരം നടത്തിയവരാണ് നമ്മള്. എന്നിട്ടതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ എന്തേ നമ്മുടെ മനസ്സ് വല്ലാതെ മുരടിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏറ്റവും നല്ല വായിലാരാണ്, ഏറ്റവും നല്ല പ്രഭാഷകനാരാണ്, ഏറ്റവും നല്ലതുപോലെ ദുനിയാവിൽ ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ളതാർക്കാന്നറിയോ? അത് മരണത്തിന് മാത്രമാണ്, അത് മരണത്തിന് മാത്രമാണ്. മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈമാനില്ലാത്ത നിമിഷം കിട്ടില്ല. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിന് വല്ലാത്ത രസമാണ്. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ഓതി കൊതി തീരൂല. പക്ഷേ നമ്മൾ ആരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഉസ്താദേ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനം അറിയൂല, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാവില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ട്യൂമർ വരില്ല, എനിക്ക് അപകടം വരില്ല. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരെ ഇതിനേക്കാൾ ആർത്തിയോട്, ഇതിനേക്കാൾ ആഗ്രഹത്തോട്, ഇതിനേക്കാൾ ആശയോട് എവിടെ ഭരണിക്കാവിൽ ജീവിച്ചിരുന്ന നൂറുകണക്കാട് മനുഷ്യര് ഞാനും നിങ്ങളും കൊണ്ടുപോയിട്ട് പച്ചമണ്ണിലേക്ക് കുഴിച്ചു മൂടിയില്ലേ? മുകളിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, അരികിൽ മണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കിടന്നിട്ടുണ്ടോ? പട്ടുമെത്തയിൽ മാത്രം കിടന്നാ പോരല്ലോ, പച്ചപ്പറയിൽ കിടന്നിട്ടുണ്ടോ? പാല് വിരിച്ച മാർബിൾ കിടക്കുന്നതല്ല, ഗ്രാനൈറ്റിൽ കിടക്കുന്നതല്ല, ഓടിട്ടിച്ച മുറ്റത്ത് കിടക്കുന്നതല്ല, പച്ച മണ്ണിൽ കിടക്കാൻ കിടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാ പെണ്ണേ, നെറ്റിന്റെ ചുരിദാറിട്ടുകൊണ്ട് അന്യപുരുഷന്മാര് ശ്രദ്ധിക്കുന്ന ജനിച്ചരിൽ പോയി മൊബൈലും ചെവിയിൽ വെച്ച് ചുണ്ട് ചുമപ്പിച്ച് കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹിളകളെ, നിങ്ങൾ മോശക്കാരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ പെണ്ണല്ലേ, പെണ്ണിന്റെ പിന്നാലെ പിശാചെപ്പോഴുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മോളെ, ഇത് ദുനിയാവിന്റെ ചതിയാണ്, പിശാചിന്റെ വലയാണ്. അതിൽ കുരുങ്ങിപ്പോയാൽ അവസാനം നമ്മുടെ റൂഹിന്റെ പോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൊടുങ്ങല്ലേ. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ലാ തത്തഖിദു ദുനിയാ റബ്ബാ വതത്തഖിദുകും അബീദാ. നിങ്ങൾ ഒരിക്കലും ദുനിയാവിനെ റബ്ബായിട്ട് സ്വീകരിക്കല്ലേ. വതത്തഖിദുകും അബീദാ, എന്നാൽ ആ ദുനിയാവ് നിങ്ങളുടെ അടിമയാക്കി മാറ്റുമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായി ഞാനും നിങ്ങളും മാറുക. അല്ലാഹുവിനോട് 100 കാര്യം ചോദിക്കുമ്പോ 80 കാര്യം ആഖിറത്തിന് വേണ്ടി ചോദിച്ചിട്ട് 20 കാര്യം ദുനിയാവിന് വേണ്ടി ചോദിക്കണം സഹോദരിമാരെ. അല്ലാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി, എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാം വീടിന് വേണ്ടി, എല്ലാം ദുനിയാവിന് വേണ്ടി, എല്ലാ പണത്തിന് വേണ്ടി മാത്രം പടച്ചറപ്പിനോട് കൈനീട്ടി ഇരുന്നാ പോരാ. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞോ. അങ്ങനെയുള്ളവർക്കിട അവര് മരണപ്പെടുമ്പോഴാണ് മാലാഖമാരിറങ്ങി വരുന്നത്. അബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ്. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആഖിറത്തെക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ റഹ്മാനായ പടച്ചറമ്പുര നിങ്ങൾക്ക് 4 ബുദ്ധിമുട്ട് തരുന്നതാണ്. മന്ന സുബ്ഹ വദ്ദുനിയാ അക്ബറ ഹംദിഹി അൽസമല്ലാഹു തആല അലാ ഖൽബിഹി 4 ഖിസാൽ. ആഖിറത്തെക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവർക്ക് പടച്ചതമ്പുരാൻ 4 കാര്യങ്ങൾ തരുന്നതാണ്.